നമസ്കാരം, പി എസ് സി ടുഡേ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള പി എസ് സി LDC LGS 2024 ഫ്രീ കോഴ്സുകൾ നമ്മൾ ആരംഭിക്കുകയാണ്. ആ ഫ്രീ കോഴ്സിന്റെ ഭാഗമായി എന്തൊക്കെയാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, സിലബസ് അനുസരിച്ചുള്ള സമ്പൂർണ്ണമായ ടോപ്പിക് ബേസ്ഡ് ക്ലാസ്സുകൾ, അതും SCERT ബേസ്ഡ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഓരോ ആഴ്ചയും LDC LGS മുൻകാല ചോദ്യങ്ങളും അവയുടെ റിലേറ്റഡ് ഫാക്ട്സും നമ്മൾ ചെയ്യുന്നതാണ്. അതിനോടൊപ്പം തന്നെ PSC യുടെ സ്ഥിരം ചോദ്യ മേഖലകളും അവ പഠിക്കേണ്ട കുറുക്ക് വഴികളും ചർച്ച ചെയ്യുന്ന LDC LGS സൂപ്പർ മാരത്തോൺ എന്നൊരു ക്ലാസ് കൂടി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സുഹൃത്തുക്കൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഹെൽപ്പ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ കേരള PSC LDC LGS 2024 ഫ്രീ കോഴ്സ് എല്ലാ സുഹൃത്തുക്കളും മാക്സിമം ഉപയോഗിക്കാൻ ശ്രമിക്കുക. നമുക്ക് സമയം കളയേണ്ട, നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. സുബാൻസിരി ഏതു നദിയുടെ പോഷക നദിയാണ്? ഉത്തരം ബ്രഹ്മപുത്ര നദിയുടെ പോഷക നദിയാണ് സുബാൻസിരി. സുബാൻസിരി ഏത് നദിയുടെ പോഷക നദിയാണ് സുഹൃത്തുക്കളെ? ബ്രഹ്മപുത്ര നദിയുടെ പോഷക നദികളാണ്. ബ്രഹ്മപുത്ര നദിയുടെ പ്രധാനപ്പെട്ട പോഷക നദികൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ അത് ദിബാങ്, സുബാൻസിരി, ടീസ്റ്റ, ലോഹിത്, മാനസ്. മറക്കല്ലേ, ഒരുപാട് തവണ PSC ചോദിച്ച ചോദ്യമാണ്. ബ്രഹ്മപുത്ര നദിയുടെ പ്രധാനപ്പെട്ട പോഷക നദികൾ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ദിബാങ്, സുബാൻസിരി, ടീസ്റ്റ, ലോഹിത്, മാനസ്. ഒന്നുകൂടി പറയുവാണ്, ദിബാങ്, സുബാൻസിരി, ടീസ്റ്റ, ലോഹിത്, മനാസ് എന്നീ നദികൾ. ഇനി ഇത് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള സുഹൃത്തുക്കൾ വിഷമിക്കേണ്ട, നമുക്കൊരു ഈസി കോഡിലൂടെ ഇതങ്ങ് പഠിക്കാം. സുഹൃത്തുക്കളെ, നമ്മൾ ശ്രീമതി എന്ന് എഴുതുന്നതിന് നമ്മൾ ഷോർട്ട് കട്ട് ആയിട്ട് നമ്മൾ SMT എന്ന് എഴുതാറുണ്ട് അല്ലെ. ശ്രീമതി എന്ന് നമ്മൾ എഴുതുന്നതിന് പകരമായിട്ട് നമ്മൾ SMT എന്ന് ഷോർട്ട് കട്ട് ആയിട്ട് എഴുതാറുണ്ട്. സാധാരണഗതിയിൽ നമ്മുടെ നോട്ടീസുകളിലൊക്കെയാണ് നമ്മൾ ഇങ്ങനെ എഴുതുന്നത് കേട്ടോ. അപ്പൊ ശ്രീമതി എന്ന് എഴുതുന്നതിന് പകരം നമുക്ക് SMT എന്ന് ഷോർട്ട് കട്ട് എഴുതാൻ പറ്റുമേ. ഒത്തിരി സുഹൃത്തുക്കൾ അറിയാവുന്ന പോയിന്റ് ആണ് അല്ലേ ഇത്. ഇതേ സെറ്റപ്പ് തന്നെയാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്. ഇവിടെ പക്ഷെ നമ്മൾ കോഡ് പറയുന്നത് ശ്രീമതി, അതിന്റെ ഷോർട്ട് കട്ട് ആയിട്ടുള്ള SMT, ബ്രഹ്മൻ, LDI എന്നങ്ങ് പഠിക്കുക. ശ്രീമതി, ബ്രഹ്മൻ എന്താണ്, LDI എന്ന് പഠിക്കുക. ഇവിടെ ശ്രീമതിക്ക് പകരം നമ്മളിവിടെ അതിന്റെ ഷോർട്ട് കട്ട് ആയിട്ടുള്ള SMT ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. SMT, ബ്രഹ്മൻ, LDI എന്നങ്ങ് പഠിക്കണം. ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ശ്രീമതി ബ്രഹ്മൻ, LDI അല്ലെങ്കിൽ SMT ബ്രഹ്മൻ, LDI എന്നങ്ങ് പഠിക്കുക. ഇതിൽ S എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുബാൻസിരി. S എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? സുബാൻസിരി. M എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനസ്. അതുപോലെ T എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീസ്റ്റ. ഒന്നുകൂടി പറയുവാണ്, SMT എന്ന് പറയുന്നതിൽ S എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുബാൻസിരി, M എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനസ്, അതുപോലെ T എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീസ്റ്റ നദിയാണ്. അതുപോലെ ബ്രഹ്മൻ എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബ്രഹ്മപുത്ര നദി. ബ്രഹ്മൻ എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മുടെ ബ്രഹ്മപുത്ര നദീനെയാണ്. LDI എന്നതിൽ L എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഹിത് നദി. അതുപോലെ D എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിബാങ് നദി. D എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിബാങ് നദി. ഒന്നുകൂടി പറയുവാണ്, ശ്രീമതി, ബ്രഹ്മൻ, അതിന്റെ ഷോർട്ട് കട്ട് ആയിട്ടുള്ള SMT, ബ്രഹ്മൻ, LDI എന്നങ്ങ് പഠിക്കുക. S എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുബാൻസിരി, M എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനസ്, T എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീസ്റ്റ, അതുപോലെ ബ്രഹ്മൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മപുത്ര നദിയാണ്. L എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഹിത് നദി, D എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിബാങ് നദി. ഇത്രയും സുഹൃത്തുക്കൾ വ്യക്തമായിട്ട് പഠിക്കുക. ഈ ഭാഗത്ത് നിങ്ങൾക്ക് 1 മാർക്ക് ഉറപ്പിക്കാം. ഈ ചാനലിന്റെ വളർച്ച എന്ന് പറയുന്ന സുഹൃത്തുക്കളെ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സപ്പോർട്ടുമാണ്. ഒത്തിരി സുഹൃത്തുക്കൾ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സഹായിക്കുക.